നമസ്കാരം. മലയാളി ഭാരതിലേക്ക് സ്വാഗതം. ചെയ്ത കാര്യങ്ങളിൽ ലവലേശം കുറ്റബോധമൊന്നുമില്ലാതെ സ്റ്റേഷനിലും തെളിവെടുപ്പിനും എത്തിച്ചെടുത്തും ആറാടുകയാണ് അഫാൻ. അഫാന് സ്റ്റേഷനില് ആഡംബര ജീവിതം നയിച്ചിരുന്ന അഫാന് ഒരിക്കലും ഭക്ഷണത്തോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞിട്ടില്ല. സ്വന്തം ഉമ്മ മരിക്കാൻ കിടന്നാൽ പോലും അതിലൊക്കെ ഒരു വിട്ടുവീഴ്ച വരുത്താത്ത ഒരു മനോഭാവം തന്നെയാണ് സ്റ്റേഷനിലും വെച്ച് പുലർത്തുന്നത്. തനിക്ക് പൊറോട്ട വേണം, ചിക്കൻ വേണം, മീൻകറി വേണം, അങ്ങനെ പല വിധത്തിലുള്ള ആവശ്യങ്ങളൊക്കെയാണ് അഫാൻ ജയിലിൽ ഇത്രയും ക്രൂര കൊലപാതകം ചെയ്തിട്ടും യാതൊരു ദാക്ഷിണ്യമില്ലാത്ത ഈ ക്രൂരനായ പ്രതി ഫുഡ് ചോദിക്കാൻ ഡിമാൻഡ് ചെയ്യണം. എനിക്ക് അതും പൊറോട്ട ഇറച്ചിയും വേണം, എനിക്ക് മീൻകറി വേണം. എങ്ങനെ തോന്നുന്നു ഈ പ്രതിക്ക് ഇത്ര മാത്രം ഇതായിട്ട് സംസാരിക്കാൻ? അതാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് അഫാന്റെ ആ ഒരു മനോഭാവം. ചെയ്തതിലൊന്നും ഒരു ലെവലേഷൻ പോലും കുറ്റബോധമില്ല. എങ്ങനെയാണ് ഈ 5 പേരെ കൊലപ്പെടുത്തിയിട്ട് ആ ഒരു രക്തത്തുള്ളിയുടെ ഒരു ഓർമ്മ പോലും ഇല്ലാതെ ഇത്തരത്തില് തനിക്ക് ചിക്കൻ വേണം, പൊറോട്ട വേണം, മീൻകറി വേണം, ചോറ് വേണം, തനിക്ക് കിടന്നുറങ്ങാനായിട്ട് ഈ നിലത്ത് കിടക്കുന്ന പേപ്പറുകൾ പറ്റില്ല, അവസാനം എത്തിക്കുന്നു. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള ഡിമാൻഡുകൾ പോലീസിനോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അഫാന്റെ അതായത് ഈ കഴിഞ്ഞ ദിവസം തലകറങ്ങിയൊക്കെ വീട് പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തലേ ദിവസം പോലും എന്താ പറയാ, ഒരു പോലീസുകാരൻ ഈ അഫാൻ ഉറക്കമില്ലാതെ ഇരിക്കുന്ന കണ്ടിട്ട് തുടർച്ചയായിട്ട് അഫാന് വേണ്ടിയിട്ട് സുരക്ഷ ഒരുക്കുന്ന ഒരു പോലീസുകാരൻ പോലും തലകറങ്ങി വീണിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് ഈ അഫാൻ ഈ പറഞ്ഞൊക്കെ തലകറങ്ങി വീണ് ആശുപത്രിയിലേക്ക് ആവുന്നത്. തിട്ടയിൽ നിന്ന് ചാടിക്കഴിഞ്ഞ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാനിതുവരെ കേട്ടിട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അങ്ങനത്തെ രീതിയിൽ ആയിരുന്നു അഫാന്റെ പ്രകടനമൊക്കെ. നല്ല നാടകം കളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്ര അഹങ്കാരം നിറഞ്ഞൊരു പ്രതി, അക്ഷരത്തില് അവൻ ചെയ്ത ക്രൂരത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ഉറ്റവരെ, രക്തത്തിൽ പിറന്നവരെയൊക്കെയാണ് അവൻ കൊന്നതും ഉമ്മേനെയൊക്കെ ആക്രമിച്ചത്. എന്നിട്ട് പോലും ഒരു 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 ഇതില്ല അവന് ഫുഡ് വേണമെന്ന്. ജയിലില് ഫുഡ് ഡിമാൻഡ് ചെയ്ത് ആവശ്യപ്പെടാണ്. അത് മാത്രമല്ല, അവൻ നല്ല നാടകം കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തിട്ടേന്ന് ചാടിയ സംഭവം ചിലപ്പോ മുറിവ് വരുത്തിയിട്ട് അല്ലെങ്കിൽ തെളിവെടുപ്പിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ആ രീതിക്ക് ഇതിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നല്ല നാടകം ഈ ഒരു പ്രതി നടത്തുന്നുണ്ട്. ഈ അഫാന്റെ പുതിയ കുറച്ച് മൊഴികളൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മേനെ 2 വട്ടമാണ് ഉമ്മേനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണ്? അത് ആദ്യം ഇവൻ ഒരു 12 മണിയോടെ ഉമ്മയെ ഇവൻ ആക്രമിക്കുന്നു. നേരത്തെ നമ്മൾ അറിഞ്ഞത് ഈ ഒരു വിവരം ഇപ്പൊ പുതിയൊരു വിവരമാണ്. അതായത് ഇവൻ 12 മണിക്കാണ് ശരിക്കും അമ്മ ഷെമിയെ ആക്രമിക്കുന്നത്. എന്നിട്ട് ഈ ഒരു പണത്തിന്റെ പേരിൽ എന്താ വഴക്കുണ്ടാകുന്നു. വഴക്കിട്ട ശേഷം ഉമ്മയുടെ കഴുത്തിൽ ഷോള് മുറുക്കി അത്രയും മുറുക്കിയിട്ടുണ്ടാകും. മരിച്ചെന്ന് കരുതി ആ ഒരു മുറുക്കെല്ലാം ഒരു വീണിട്ടുണ്ടാകും. അപ്പൊ മരിച്ചെന്ന് കരുതി ഇവൻ വീട് പൂട്ടി പോകുന്നു, ചുറ്റിക വാങ്ങുന്നു, നേരെ പാങ്ങോട്ട് വീട്ടിലെത്തി സൽമാ ബിവിയെ, അത് മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇവൻ മനസ്സിലാക്കുന്നത്. അവിടെ പോലും അപ്പോഴും അവൻ ചെയ്തത് ആ ചുറ്റിക കൊണ്ട് അമ്മയെ വീണ്ടും ഇവ അടിക്കുകയുണ്ടായി. അപ്പോ ഇത്രയും പേരുടെ നിലവിളിയൊക്കെ കേട്ട് അവന്റെ മനസ്സ് മരവിച്ചില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പേര് സ്വന്തം മുന്നിലല്ലേ ഇത്രയും പേര് നിലവിളിക്കുകയും ഇത്രയും രക്തം ചോർന്നതും, അല്ലെങ്കിൽ ജീവന് വേണ്ടി ഒരുപാട് പേര് അവന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുന്നതും അവര് അലറുന്നതും ഇതൊക്കെ കേട്ടിട്ടും ഈ പ്രതിക്ക് എന്താണ് അഫാൻ ഇതൊന്നും ഒരു ഇവന് മനുഷ്യനാണോ ശരിക്കും? ഇവനൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം കാണൂല അല്ലേ? അതെ, ഈ അഫാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കൊലപ്പെടുത്താൻ വേണ്ടിട്ട് ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ ബാഗിനകത്ത് സൂക്ഷിക്കാൻ എളുപ്പമുള്ളത് ഈ പറഞ്ഞ ചുറ്റിക ആയതുകൊണ്ടാണ് പിന്നീട് ചുറ്റിക വാങ്ങിയതെന്നൊക്കെയാണ് അഫാൻ പറയുന്നത്. അപ്പൊ വെൽ പ്ലാൻഡ് ആയിരുന്നു. അതായത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സേഫ് ആയിട്ട് പോകാൻ വരാം. ഇത്രയും കൊലപാതകങ്ങള് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കൊലപാതകം കേരളത്തെ അടുത്തെങ്ങും ഞെട്ടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരൊറ്റ ദിവസം തന്നെ തുടർച്ചയായി കൊലപാതകങ്ങൾ, അതും അയൽവാസികൾ പോലും അറിയാതെ, ഒരു സംശയത്തിനും ഇടവരാതെ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം അരങ്ങേറുന്നു. ലാസ്റ്റ് പ്രതി തന്നെ പോയി സ്റ്റേഷനിൽ പറയാണ്, ഞാനൊരു 5-6 കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഉമ്മ മരിച്ചു എന്നാണ് ആ സമയത്ത് വിചാരിച്ചിരുന്നത്, 6 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നീട് താൻ ആത്മഹത്യ ചെയ്യാൻ എലിവിഷം കഴിച്ചു എന്ന് പറയുന്നു. പിന്നീട് ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന രക്തപരിശോധനയിലൊക്കെ പറയുന്നുണ്ട് മദ്യത്തിന്റെ അളവ് കുറവായിരുന്നു, പക്ഷെ എലിവിഷത്തിന്റെ അംശം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോ വേറെ ലഹരി ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു മദ്യം കുറച്ചാണ് കഴിച്ചിരുന്നത്. അപ്പോ ആ മദ്യത്തിന്റെ ആ ഒരു ലഹരിക്ക് പോലും കീഴ്പ്പെടുത്താനാകാത്ത വിധത്തിൽ തന്നെ ഈ അഫാൻ എല്ലാ ഉറ്റവരെ ഒക്കെ അതിദാരുണമായി തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു.
ഒരു ദയവും ഇല്ലാതെ തന്നെ ഉം. എന്നിട്ട് ആ ഒരു പേരും പറഞ്ഞ് മറ്റുള്ള, അതായത് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഇങ്ങനെയൊക്കെയായിരുന്നു, കുടുംബത്തിൽ ഇത്ര കടബാധ്യതകളുണ്ട് എന്നുള്ള ഒരു സിമ്പതി വരുത്തിക്കൊണ്ട് ആ ഒരു പ്രീതിയൊക്കെ നേടിയെടുക്കാൻ പ്രതി തന്നെ സ്വന്തമായിട്ട് പല കാര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുകയാണ്. ഈ ഒരു സംഭവം വന്നപ്പോ അതായത് ഇത്രയും പേര് ഒരാൾ കൊലപ്പെടുത്തി അവ ഇനി ജയിലിൽ പോയി കിടക്കും എന്നൊരു ഇങ്ങനെ ഒരു ടോക്ക് നമ്മുടെ ഓഫീസിൽ വന്നപ്പോഴേക്കും നമ്മുടെ ഒരു സഹപ്രവർത്തക പറഞ്ഞൊരു കാര്യമുണ്ട്, ജയിലിൽ പോയി കിടന്നാൽ എന്താ, അവിടെ 4 നേരം ഭക്ഷണം കിട്ടിയല്ലേ, പിന്നെ എന്തിനാണ് ഒരു കുറവ്. അപ്പൊ ഈ അഫാന് അവൻ കഴിഞ്ഞ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നേരത്ത് മീൻ ആവശ്യപ്പെട്ടു, രാത്രി ഞാൻ വേറൊന്നും കഴിക്കില്ല, ഞാൻ പൊറോട്ടയും ചിക്കനും ആണ് രാത്രി കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉടനെ പോലീസുകാരെ എത്തിച്ചു കൊടുത്തു. ശരിക്കും ഒരു പ്രതിക്ക് അത്രയും ഒരു കരുതൽ അല്ലെങ്കിൽ അത്രയും ഒരു കാര്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും ക്രൂരത കാണിച്ച ഒരു പ്രതിക്ക് ഇത്രയും ഒരു കരുതൽ കൊടുക്കേണ്ട ആവശ്യം ശരിക്കും ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. അത് എനിക്കൊട്ടും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ഇത്രയും അതിക്രൂരനായ ഒരു പ്രതി എനിക്ക് പൊറോട്ടയും ചിക്കനും വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നല്ല എതിർപ്പുണ്ട് ആ ഒരു കാര്യത്തിൽ. അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണല്ലോ നേരെ സ്റ്റേഷനിലേക്ക് തന്നെ പുറപ്പെട്ടത്. കാരണം എങ്ങനെയൊക്കെ ആയിരിക്കും പോലീസ് ട്രീറ്റ് ചെയ്യാന്നുള്ളത് കാര്യം നമുക്കറിയാം. അത് മാത്രമല്ല, ഇതിപ്പോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിക്ക് ഈ പറഞ്ഞ വേലി വിഷം കഴിച്ച് ആശുപത്രിയിലേക്ക് ആയതാണ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ആഹാരം കഴിപ്പിക്കേണ്ടത് പോലീസിനെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം സ്റ്റേഷനിൽ വെച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവരെയും കൂടെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോ ആ ഒരു നിലയ്ക്ക് മാത്രമേ നമുക്ക് പോലീസ് ഒരിക്കലും അവരെ ഇങ്ങനത്തെ രീതിയിൽ തീറ്റിപ്പോറ്റണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്യുന്നതല്ല. അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ലാതെ ഈ കടക്കണിയുടെ കാര്യമൊക്കെ അപ്പം പറയുന്നുണ്ട്. അപ്പൊ റഹീമിന്റെ അറിവിൽ 15 ലക്ഷം മാത്രമാണുള്ളതെങ്കിലും പക്ഷെ 70 ലക്ഷത്തിന്റെ കടം ഇപ്പൊ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഭയങ്കര ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്ന സംഭവമാണ്. അതായത് ഈ വീട്ടുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്രയും ലക്ഷത്തിന്റെ കടമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അബ്ദുൾ റഹീം പിതാവ് പറഞ്ഞത് അത്രയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാന്നാണ്. പക്ഷെ ഇപ്പൊ അത് അന്വേഷണ സംഘം ഇത്രയും ലക്ഷത്തിന്റെ കടം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ഇത്രയും ലക്ഷത്തിന്റെ കടം വന്നത് എന്ന കാര്യത്തിലൊക്കെ ഈ ഷെമിയുടെയും അഫാന്റെയും മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ 70 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഷെമി ചിട്ടി നടത്തി സാമ്പത്തിക ബാധ്യതയൊക്കെ വരുത്തിച്ചു വെച്ചു എന്നാണ് വിവരം. കൂടാതെ ഈ ഷെമിയുടെ സഹോദരിയുടെ കയ്യിൽ നിന്നൊക്കെ 30 പവനോളം സ്വർണം വാങ്ങിയിരുന്നു ഷെമി. അതായത് മകളുടെ കല്യാണ സമയത്ത് അത് തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ സ്വർണ്ണമൊക്കെ വാങ്ങിയിരുന്നത്. അപ്പൊ അതൊക്കെ പിതാവ് അറിയാതെയാണ് ഈ മാലയൊക്കെ കൈമാറിയിരുന്നത്. അപ്പോ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടെ വന്നപ്പോ അത് സമ്മർദ്ദം വന്നു. അതായത് ഇവരിടയ്ക്ക് കാറോ ബൈക്കോ അങ്ങനെ എന്തോ അല്ലെ എന്തോ അത് വാങ്ങിയപ്പോഴേക്കും ചുറ്റും അത് ഇവര് കടം കൊടുക്കാനുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പണം തരാറുണ്ട്, പക്ഷെ അവര് അതും ഇതൊക്കെ വാങ്ങിക്കുന്നു. സ്വാഭാവികമായിട്ടും അവര് പണം കിട്ടാനുള്ള ഒരു ഇത് കാണിക്കുമല്ലോ. അപ്പൊ 4 വശത്തുനിന്ന് നല്ല സമ്മർദ്ദം ഈ പണം കിട്ടാനുള്ളവർ നടത്തിയിരുന്നു. അപ്പൊ ആ ഒരു ഇതും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫർസാന സ്വന്തം പിതാവ് അറിയാതെയായിരുന്നു ആ കുട്ടിയെ മാല പണയം വെച്ച് അവന് കൊടുത്തത്. അപ്പൊ അവളും അവസാനം ആ മാലയ്ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാല അഫാൻ വാങ്ങിച്ചിട്ട് കൊടുത്തിരുന്നു, കാരണം വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ അഫാൻ പറയുന്നത് എന്റെ കാമുകി ഒറ്റയ്ക്കാകും, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊലപ്പെടുത്തിയത്. എന്റെ അമ്മയ്ക്കും എന്റെ അനിയനും ഞാൻ കൂടാതെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ കൊലപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അവന്റെ അഭിനയമാണ്, വെറും നാടകമാണ്. ഒരിക്കലും ആ സ്നേഹം, അയ്യോ അവർ ഒറ്റയ്ക്കാവുന്ന സ്നേഹം കൊണ്ടല്ല അവൻ കൊലപ്പെടുത്തിയത്. അവൻ ഈ ക്രൂര മൈൻഡോട് തന്നെയാണ്, അല്ലാതെ അവര് അനാഥരായി പോവും, അവർ ഒറ്റയ്ക്കായി പോകുന്ന മൈൻഡോടെ അല്ല അവൻ ചെയ്തിരിക്കുന്നത്. ഈ വരുന്നത് ഓരോ ദിവസം അവന്റെ നാടകം കാണുമ്പോഴും അവന്റെ മനോഭാവം കാണുമ്പോഴും അവന്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴും അവന്റെ ഡിമാൻഡുകൾ കാണുമ്പോഴും ശരിക്കും അങ്ങനെ തോന്നുന്നു ഇതൊന്നും അവർ ഒറ്റയ്ക്കാവുന്ന കരുതിയിട്ടല്ല അവൻ ഇങ്ങനെ ചെയ്തത്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പോ അന്വേഷണ സംഘത്തിനെ കുറച്ചുകൂടെ ഒരു വെട്ടിലാക്കുന്ന രീതിയിൽ ഇപ്പോ റഹീമിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റഹീം നാട്ടിലേക്ക് കുറച്ച് ക്യാഷ് അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ബാങ്ക് രേഖകളിലൊന്നും തന്നെ ഇത് കാണുന്നില്ലെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ റഹീം അയച്ചു നൽകി എന്ന് പറയുന്ന പൈസ എന്തുകൊണ്ട് ബാങ്ക് രേഖകളിൽ കാണില്ല? പറഞ്ഞത് റഹീം വെറുതെ പറഞ്ഞതാണോ, അതോ ഇനി മറ്റു തരത്തിൽ എന്തെങ്കിലും ഒരു തിരിമറി അതിൽ നടന്നോ എന്നൊന്നും അറിയില്ല. അതിനൊക്കെ വ്യക്തത വരാനുണ്ട്. കാരണം അന്വേഷണ സംഘമാണ് ഇപ്പൊ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘത്തിൽ നിന്നും ഒരു ടീമിനെ മാറ്റിയാണ് ഈ പറഞ്ഞതൊക്കെ ഇവരുടെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവ്
ഉണ്ടായത്. അതായത് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് കഴിഞ്ഞായിരുന്നു. ഇനി ഈ സൽമാ ബീവിയായിരുന്നു, അത് മുത്തശ്ശിയായിരുന്നു ആദ്യം കൊലപ്പെടുത്തിയത്. അപ്പൊ അവിടെയായിരുന്നു തെളിവെടുപ്പ്. ശരിക്കും നമ്മളൊക്കെ വിചാരിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ അല്ല, വൻ സുരക്ഷയല്ലേ പോലീസ് ഒരുക്കിയിരുന്നത്. എങ്കിൽ പോലും ഒരു എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. വലിയ രീതിയിൽ ആൾക്കാർ കാണാൻ കൂടി, പക്ഷെ പറയത്തക്ക രീതിയിലുള്ള പ്രതിഷേധം ഒന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, അല്ലെ? പിന്നെ ഇത് കൂടാതെ ഇപ്പൊ അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനൊക്കെ പോലീസ് തീരുമാനിക്കുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാണ് ഇപ്പോ ആവശ്യപ്പെട്ടുകൊണ്ട് DMOക്ക് കത്ത് നൽകാനിരിക്കുന്നത്. കാരണം പ്രതി പല വൈരുദ്ധ്യപരമായ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. സ്റ്റേഷനിൽ തനിക്ക് ആഡംബരമായിട്ട് താൻ ജീവിച്ച ആ ഒരു ജീവിതകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പ്രകടനം നടത്തുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ അവർ ഒറ്റയ്ക്കായി പോകുമോ, കുടുംബം ഒറ്റയ്ക്കായി പോകുമോ, അവരൊക്കെ കടബാധ്യതയിലായിരുന്നു, അത് കാരണം തനിക്ക് അവരെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ള രീതിക്കുള്ള ഒരു പ്രകടനം നടത്തുന്നു. അങ്ങനെ പലതരത്തിലും പോലീസിനെ കുഴപ്പിക്കുന്ന രീതിയിലൊക്കെ അവിടെ ആക്ടിങ് നടക്കുകയാണ്. പിന്നെ ഇത് മനസ്സ് മരവിച്ചിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു, അല്ലെ? മനസ്സ് മരവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സ് മരവിച്ച ഒരു മനുഷ്യൻ തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വേണമെന്ന് പറഞ്ഞ ആക്രാന്തം ഒരിക്കലും കാണില്ല, ഡിമാൻഡ് വെക്കില്ല. അവൻ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോട് സംസാരിക്കാൻ കഴിയാതെ ഒരു എന്താ പറയാ ഒരിടത്ത് മാറി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇത് അങ്ങനെയൊന്നുമല്ല. അഫാനിൽ കഴിയുന്ന വിധം തന്നെ പ്രകടനങ്ങൾ പലത് നടത്തുന്നുണ്ട്. പിന്നെ ഇത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഉമ്മ താനും ഇളയ മകൻ അഫാനെ ഓർത്തിട്ടല്ല ഒരിക്കലും ഉമ്മ വിഷമിക്കുന്നത്. അഫ്സാന്റെ വേണ്ട ഇളയ മകനെ ഓർത്തിട്ട് മാത്രമാണ് ഈ ഷെമി ഇപ്പോ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. നമുക്ക് തന്നെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അഫാന്റെ ഓരോരോ സ്റ്റേഷനിലെ ഓരോരോ ഡിമാൻഡുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ ആയിരുന്നിരിക്കും അഫാൻ എന്ന് പറയുന്ന ഒരു മകൻ എന്ന രീതിയിൽ അഫാൻ എങ്ങനെ ആയിരുന്നിരിക്കണം എന്ന ചെറിയൊരു സൂചനയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? അതെ, ആ ഉമ്മ പറയുന്നത് പോലും ഞാൻ എന്റെ ഇളയ മകനൊപ്പം പോകും, തനിക്കിന് ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെയാണ് ആ ഉമ്മ പറയുന്നത്. ഒരിക്കലും അഫാനെ ഓർത്തിട്ടായിരുന്നില്ല അത്. അപ്പൊ ഇതുവരെ കൊലയാളി ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. അഫാൻ ചികിത്സയിലിരിക്കെ മരിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അഫ്സാൻ. അപ്പോ തീർച്ചയായിട്ടും ആ ഉമ്മയ്ക്ക് അറിയാം ഇതിന് പിന്നിലെ ആ കൈകൾ ആരാണെന്ന് ഉമ്മയ്ക്ക് അറിയാം. കാരണം ഉമ്മേനെ 2 വട്ടം മൃഗീയമായിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു നരാധമനാണ് ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്നത്. അപ്പോ ആ അഫാന്റെ കൈ കൊണ്ട് സ്വന്തം ഇളയ മകന് ആ ഒരു അവസ്ഥ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയുടെ അത്രത്തോളം ഹൃദയം നുറുങ്ങും. എന്തായിരുന്നാലും ആ വീടിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്നുള്ള യാഥാർത്ഥ്യം പുറത്തുവിടാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി അത് ഷെമി മാത്രമാണ്. അതെ, അന്ന് അതായത് ഈ കൊലപാതകത്തിന് മുന്നേ എന്ത് കാരണത്തിലാണ് വഴക്കിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായോ, എന്തിനാണ് ഇവൻ ആക്രമിച്ചത്, അതൊക്കെ പറയാൻ ഇനി അമ്മയുടെ മൊഴി ഏറ്റവും നിർണായകമാണ്. പക്ഷെ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല അമ്മ ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോ അമ്മയുടെ ആ ഒരു മൊഴിയും നമുക്ക് അന്വേഷണ സംഘത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വരും മണിക്കൂറിൽ എന്തായിരുന്നാലും ഇതിന്റെ കുറെ കാര്യങ്ങൾ വരാനുണ്ട്. ഇന്നും തെളിവെടുപ്പ് കാണും. ഇപ്പോ ഈ സൽമാ ബീവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ പാങ്ങോട് പോലീസ് വാങ്ങിയത്. ഇനി കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. അതായത് അബ്ദുൾ റഹീമിന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക. അത് ഇവിടെ അനിയനെയും കാമുകിയും കൊലപ്പെടുത്തിയ കേസിൽ. അപ്പോ ഈ കേസുകളിലൊക്കെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്ത് ഇനി എന്തിനാണ് ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയത്, ശരിക്കും എന്താണ് അതിനുള്ള കാരണമെന്ന് അവർ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കാമുകിനെയും അതുപോലെ തന്നെ അനിയനെയും കൊലപ്പെടുത്തിയതിന് യഥാർത്ഥ കാരണം എന്താണെന്ന് സംഭവിച്ചത്, അത് വെഞ്ഞാറമൂട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താലേ അതിലൊരു വ്യക്തത വരാനുള്ളൂ. അപ്പോൾ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ റിപ്പോർട്ടുകൾ വരും. കൂടുതൽ റിപ്പോർട്ടുകൾ എന്നതിലുപരി അഫാന്റെ നാടകങ്ങൾ നമ്മൾ ഇനിയും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ. തീർച്ചയായിട്ടും. കാരണം അഫാനിൽ നിന്ന് ഇനിയും പോലീസിന് ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട്. റഹീമിൽ നിന്നായിരുന്ന പോലും ഇവരുടെയൊക്കെ മൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ട്. ഇപ്പൊ തന്നെ ആ കടത്തിന്റെ കാര്യമായിരുന്നാലും റഹീം അയച്ചു നൽകിയെന്ന് പറയുന്ന പൈസയുടെ കാര്യത്തിലായിരുന്നാലും ഇവർ നടത്തിയ ചിട്ടി ഇടപാടുകൾ, മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പലതരത്തിലുള്ള കുഴപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കിടക്കുകയാണ്. ഇതിനുള്ളിൽ നമ്മൾ അറിയാതെ മറ്റൊരു വില്ലൻ മറഞ്ഞിരിപ്പുണ്ടോ എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഇനി ഏതൊക്കെ വില്ലൻ വന്നാലും അഫാന്റെ അത്രയും വില്ലത്തനം ആർക്കും ഉണ്ടാകില്ലെന്ന് തോന്നുന്നു. കാരണം ഇതിന് പിന്നിൽ വമ്പൻ തോക്കുകൾ തന്നെ കാണും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഏത് രീതിയിലാണ് അത്? കാരണം
ഈ ഇത്രയും സാമ്പത്തിക ഇടപാടുകൾ നടത്തണമെങ്കിൽ ഇതിന് പിന്നില് അഫാന് എന്ത് തരം ദൂർത്താണ് അവിടെ നടന്നതെന്നറിയാം. അഫാൻ ഇതില് പകുതിയും അഫാന് വേണ്ടിയിട്ട് മാത്രമാണ് ദൂർത്ത് നടന്നിരിക്കുന്നത്. അഫാൻ 15 വയസ്സില് ആത്മഹത്യക്ക് ശ്രമിച്ചു, പല നാടകങ്ങളും കളിച്ചിട്ടാണ് അന്നു മുതൽ ഈ ചോദിക്കുന്നത് മുഴുവൻ കുടുംബം വാങ്ങിക്കൊടുത്തിരുന്നത്. അപ്പോ അഫാന് ഈ ബികോം പാതി വഴിയിൽ നിർത്തിയെങ്കിലും സുഹൃത്ത് വലയമൊക്കെ കുറവായിരുന്നു. അപ്പോ ഈ അഫാൻ ഏറ്റവും കൂടുതലും ഇടപെട്ടിരുന്നത് മറ്റാരുമൊക്കെ ആയിട്ടാണ് എന്നുള്ളത് പലതും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ അഫാൻ വഴി മറ്റാരെങ്കിലും സാമ്പത്തിക നേട്ടം കൊയ്തിരുന്നോ എന്നൊക്കെ നമുക്ക് പലതും പുറത്തു വരാനുണ്ട്. അഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങേണ്ട സംഭവമായിട്ട് ഇത് തോന്നുന്നില്ല. പലതും ഇനി ഈ വരും മണിക്കൂറിൽ തന്നെ പുറത്ത് വരേണ്ടിയിരിക്കുന്നു.